ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പന്തലൂർ, അതായത് പന്തലൂർ തെക്കുംപാട്, പന്തലൂർ ഹൈസ്കൂളൊക്കെ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. അവിടെ ശ്രീ എർത്താടൻ മുത്തൻ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിലെ വേല മഹോത്സവം മാർച്ച് 9, 10, അതായത് ഈ ശനി ഞായർ ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഉത്സവമാണ് നടക്കുന്നത്. അപ്പോൾ ആ വേല നടക്കുന്ന ആ ഒരു ഉത്സവത്തിൻ്റെ വിശദാംശങ്ങളും അതുപോലെ അത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. 2024 മാർച്ച് 9, 10, അതായത് മലയാള മാസം കുംഭം 25, 26 ശനി ഞായർ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന വേല മഹോത്സവത്തിന് ഒരുങ്ങി പന്തലൂർ ശ്രീ എർത്താടൻ മുത്തൻ ക്ഷേത്രം. ശിവന്റെ കാട്ടാളവേഷത്തിന്റെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടുത്തേക്ക് കൊണ്ടാടി പോയത്. ഇങ്ങോട്ട് വന്നത് വേഷത്തിൽ കാട്ടാളവേഷത്തിൻ്റെതാണ്. അന്നത്തെ വേറെ പറമ്പും കാടായി കിടക്കുകയാണ്. ആദ്യമേ കിട്ടും പറയുകയാണെങ്കിൽ കുറച്ച് മുകളിലാണ് വന്നിരുന്നത്. പിന്നെ നമ്മൾ സ്ഥല സൗകര്യമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഭഗവതിനെ വിളിക്കാതെ ഇവിടെ മുത്തനെ വിളിക്കാൻ പാടില്ല. അങ്ങനെയാണ്. ആദ്യം ഭഗവതിനെ വിളിക്കുക, അതിലൊരു ഭഗവതി, പിന്നെയാണ് എർത്താടൻ മുത്തനെ വിളിക്കലുള്ളത്. അല്ലാതെ മുൻകൂട്ടി മുത്തനെ വിളിക്കലില്ല. ശിവന്റെ ഇവിടെ പിന്നെ വിഗ്രഹമായിട്ട് പ്രതിഷ്ഠ പിന്നെ ശിവന്റെ ഏകദേശം ഒരു 5 വർഷമായി ഇപ്പൊ ഈ പ്രതിഷ്ഠ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മള് ശിവന്റെ പ്രതിഷ്ഠ ഉണ്ടാക്കിയിട്ട് ഒരു 5 വർഷമൊക്കെ ആയിട്ട്, ഏകദേശം 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതിനു മുമ്പ് നമ്മള് വേറെ ഒരു പിന്നെ മരത്തിന്റെ നമ്മള് ഒരു പ്രതിഷ്ഠയായിരുന്നു. അവസാനം നമ്മള് പഞ്ചലോകം കൊണ്ട് നമ്മള് വിഗ്രഹം ഉണ്ടാക്കിയതാണ്, വാർപ്പിച്ചതാണ്. വേല നമ്മളിവിടെ കുംഭത്തിൽ 4ാമത്തെ ഞായർ തിങ്കളായിരുന്നു പണ്ടേ നമ്മൾ നടത്തി പോകുന്നത്. അതിപ്പോൾ നമ്മൾ ഇവിടെ സ്കൂള് പരിസരം ഇവിടെ അടുത്തായതുകൊണ്ട് പരീക്ഷ കാര്യങ്ങളൊക്കെ വരുന്ന കാരണം പിന്നെ നമ്മൾ ഒരു ഒഴിവ് ദിവസമാക്കിയിട്ട് ശനി ഞായറും ഈ സ്കൂൾ സംബന്ധമായിട്ടുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ശനി ഞായറാക്കാൻ കാരണം. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഇപ്പം എല്ലാ കുംഭത്തിലും 4ാമത്തെ ശനി ഞായർ, 4ാമത്തെ ശനി ഞായറാണ് നമ്മൾ നടത്തി വരാറുള്ളത്. ആ ശനിയാഴ്ച രാവിലെ നമ്മളിവിടെ നട തുറക്കും. ഒരു 9 മണിക്ക് നട തുറന്ന് ഒരു ചെറിയ പൂജ നടത്തും. അതിന് ശേഷം പിന്നെ ഇവിടെ നമ്മൾ ബാക്കിയുള്ള അതിൻ്റെ തയ്യാറെടുപ്പ് എല്ലാം തുടങ്ങി. പിന്നെ വൈകുന്നേരം ചെണ്ടക്കാരൊക്കെ വന്ന ഉടനെ ഒരു കേളികൊട്ട് ചെയ്യും. അതിന് ശേഷം 5:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ വൈകുന്നേരത്തെ ഇതിനൊരു ചടങ്ങിനോട് സംബന്ധിച്ചുള്ള പൂജ നമ്മൾ തുടങ്ങി ഇവിടെ 3-4 സ്ഥലത്ത് പൂജകൾ നടത്താറുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് മുമ്പ് നമ്മളിത് ചെയ്യണം എന്നാണ് നമ്മൾ ഇത്. രാത്രിയായാൽ പിന്നെ ദേശക്കാരൊരു വരവുണ്ട്, പിന്നെ നമ്മുടെ അടിയന്മാർ എന്ന് പറയുക പറയര്, 8 മണി കഴിഞ്ഞതിന് ശേഷം പറയരാണ് നമ്മളിവിടുത്തെ അടിയന്മാർ ആയിട്ടുള്ളത്. അപ്പോൾ അവർ വന്നതിന് ശേഷം നമ്മളിവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തനെ ഇങ്ങോട്ട് പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടാവും. അവരെ എതിരേറ്റ് വന്നതിന് ശേഷമാണ്, അവരെ അനുവാദം കിട്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദേശക്കാർ വരും. പുറത്തുനിന്നുള്ള ഓരോ പിന്നെ കൊടവരവ്, അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ പിന്നെ അവർ വരുമ്പോൾ നമ്മൾ അവരെ പോയിട്ട് എതിരേൽക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ചെണ്ടയും ഇതൊക്കെ ആയിട്ട് എതിരേൽക്കാൻ പോയിട്ട് പിന്നെ അവരെ എതിരേറ്റ് ഇങ്ങോട്ട് കൊണ്ട് അങ്ങനെ രാത്രി, അത് ആദ്യത്തെ ദിവസം രാത്രി. ഇപ്പം പിന്നെ നമ്മൾ കുറച്ച് കലാപരിപാടികളൊക്കെ കുട്ടികളുടെ, അത് എങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ രാത്രി നമ്മൾ ഒരു ഏകദേശം ഒരു 7 മണിക്ക് തുടങ്ങണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഈ ദേശക്കാരെ വരവൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി പറയര് വന്ന് അവരുടെ ഇതായിട്ടുള്ള ഒരു കൊട്ടിപ്പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ചെയ്യും. ആ സമയത്ത് ഒരു 7 മുട്ട് വേണം ഇവിടെ വയ്ക്കണം. അത് മുട്ട അറക്കുക എന്നുള്ളതാണ്, മുത്തിനുള്ള മുട്ട് അറക്കുക എന്നുള്ളതാണത്. 6 മുട്ട് രാത്രി ഞങ്ങൾ അറക്കും. അത് പറയരുത്, അത് ചൊല്ലി പറഞ്ഞ് ഇതായിട്ട് അത് 6 അറക്കും. ഒരു മുട്ട് പിന്നെ പിറ്റേ ദിവസം ലാസ്റ്റ് മുട്ട് പിന്നെ നാളികേര മുട്ടാണ്. അത് പിറ്റേ ദിവസം പിന്നെ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് അത് കിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് നമ്മൾ 9 മണിക്ക് പിന്നെ അമ്പലത്തേക്ക് പിന്നേറിന് എഴുന്നള്ളിപ്പുണ്ട്. പന്തലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒരു എഴുന്നള്ളിപ്പുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കൽപ്പന കോമത്തന്മാർ ഓരോരുത്തർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ അവർക്ക് കൽപ്പന കൊടുക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഉച്ചയ്ക്കാണ് പിന്നെ തണ്ടും കൊലയും കൊണ്ടുവരിക എന്നറിയുന്ന ഒരു പരിപാടിയുണ്ട്, കള്ളാടികൾ എന്ന് പറയും. അപ്പോൾ അവരൊരു നമ്മളെ
ഒരു അത് ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ് എല്ലാവരും തന്നെ. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണത്. അപ്പോൾ അവർ തണ്ടും കൊല്ലയും കൊണ്ടുവന്ന് അവർ ഇതേമാതിരി എതിരേറ്റ് കൊണ്ടുവരും. അത് കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത് കുളിക്കാനൊക്കെ പോകും. ഒരു 3 മണിക്ക് ഏകദേശം നമ്മൾ ഇവിടെ നിന്ന് കുളിക്കാൻ ആനേനെയും കൊണ്ട് അതാണ് ഇപ്പോൾ എഴുന്നള്ളത്ത് എന്ന് പറയാം അല്ലേ? ആ അമ്പലത്തേക്ക് പോകുമ്പോഴും ആനേനെ എഴുന്നള്ളിക്കുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ കുളിക്കാൻ പോകുമ്പോഴും ആനേനെ എഴുന്നള്ളിക്കും. പിന്നെ ബാൻഡ് സെറ്റ് തിരിച്ചു വരുന്നതാണ് ജനകീയമായിട്ട് ഒന്നിച്ച് നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ടുള്ള ഒരു തിരിച്ചു വരവാണ് വേലയുടെ ഒരു മാറ്റുകൂട്ടുന്ന പ്രധാന ചടങ്ങ്. ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഇവിടെ ഒരു 7 പ്രദക്ഷിണം വെച്ചിട്ടാണ് പിന്നെ പ്രതിഷ്ഠ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ആ കയറ്റുന്നതോടു കൂടിയാണ് പിന്നെ അന്ന് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ കൊട്ടെല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് സമാപനം വരുന്നത്. തലേ ദിവസം തൊട്ട് നമ്മൾ ഫുൾ ടൈം ഭക്ഷണമുണ്ട്. അന്നദാനം ശനിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച വൈകുന്നേരം 6 മണി വരെ തീരുന്നവരെ നമ്മൾ അന്നദാനം തുടർച്ചയായിട്ട് ഇല്ലാതെ അതാത് സമയത്തിനുള്ള ഭക്ഷണം അല്ലേ? എഴുന്നള്ളത്ത് ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത പ്രദേശത്ത് ഇത്രയും ഗംഭീരമായിട്ട് എഴുന്നള്ളത്ത് നടത്തുന്നത് തന്നെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഈ ഉത്സവത്തിൽ. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ രീതിയിൽ നടത്തണം എന്നുള്ള ഇതിലായത് എഴുന്നള്ളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇത്രയും ജനകീയമാക്കിയിട്ട് അതിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ഇവിടുത്തെ ഒരു വേല എന്ന് പറഞ്ഞാൽ അവർ അത്രയും ആവേശത്തോടു കൂടിയാണ് ഈ നാട്ടുകാർ കാണുന്നത്. അതുകൊണ്ട് അവർ ഒരു പ്രാവശ്യം വേല നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല, പൈസ ഇല്ലായിട്ടാണോ, അങ്ങനെയാണ് കാര്യങ്ങൾ. അത് അങ്ങനെ ആൾക്കാർ ഇവിടെ അത്രയും നല്ല ഇതിലാണ് ആൾക്കാർ കാണുന്നത് ഈ വേലയെ. ഇവിടെ പിന്നെ തറവാട്ട് കോമരന്മാരായിട്ട് ഇവിടെ ഒരു പാലമുറ്റം തറവാട്ടിൽ 2 കോമരത്തന്മാരുണ്ടായിരുന്നു. അവർ 2 പേരും മൺമറഞ്ഞു പോയി. ഇവിടെ പിന്നെ പാറമൽ തറവാട്ടിൽ കുഞ്ഞാത്തൻകാരനോല് ആണ് ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു കോമരായിട്ടുള്ളത്. പാലമുറ്റം മാധവൻ എന്ന പൂച്ചാൻ, പാലമുറ്റം വാസു എന്ന 2 കോമരത്തന്മാരാണ് മൺമറഞ്ഞു പോയത്. മുത്തൻ്റെ പിന്നെ ഉപ്പുള്ള ആൾക്കാരാണ്. വലവാൻ തെയ്യം അതാണിപ്പോൾ വലവാൻ തെയ്യാണത്. ഇവിടെ ഇത് തുറന്ന് ഇവിടെ നാളികേരം വെട്ടിയാലപ്പം ഇവിടെ ആദ്യം പൂജ നടത്തുക. ഇവിടെ പൂജ നടത്തിയിട്ട് പിന്നെ അവിടെ പൂജ നടത്തുള്ളൂ. പിന്നെ 101 എന്ന് പറയും. 101 അത് ആ തറ, ഈ തറ അത് വൃക്ഷമാസം 1-ാം തീയതിക്കാണ് ഞങ്ങൾ പൂജ നടത്തുന്നത്. ഒറ്റ പൂജയുള്ളതാണ് വൃക്ഷമാസം 1-ാം തീയതി. മാനവല്യ നിർവചനത്തിന് വാഴക്കല് വെട്ടിപ്പോകത്തിന് വൃക്ഷമാസം 4-ാമത്തെ തിങ്കളും ചൊവ്വയുണ്ടാകും. അത് അവരെ വിളിച്ച് ഇറക്കുകയാണ് ചെയ്യുക. അവർക്ക് അമ്പലമില്ല, അവരെ വിളിച്ച് ഇറക്കും വേണം, കയറ്റും വേണം. അങ്ങനെയാണ് ചെയ്യുന്നത്. മാനവല്യ നിർവചനം. ഇത് എടവാങ്കുരുക്കന്മാർ പറയും. എടവാങ്കുരുക്കന്മാർ അവർക്ക് പൂജ നടത്തുന്നത്. പൂജ നടത്തും. പിന്നെ ഞങ്ങൾ കോഴി വെട്ടി പൂജ ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ. വേലയായിട്ട് ഉത്സവത്തിന് മുത്തനെ പിന്നെ അവിടെ ഇതാകുമ്പോൾ ഇവിടെ പൂജ നടത്തണം. അവിടെയും പൂജ നടത്തണം. ഇതൊക്കെ ഇപ്പോൾ വേല നടക്കുന്ന ദിവസങ്ങളിൽ ഇവിടെയൊക്കെ പൂജ ഉണ്ട്. എല്ലായിടത്തും പൂജ ഉണ്ട്.